ദൈവമേ എന്റെ കിടപ്പാടവും പോവുമല്ലോ. അമ്മ വിഷമിക്കണ്ട. അച്ഛൻ ഉറങ്ങുന്ന ഈ മണ്ണ് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കും. അച്ഛൻ ഇറക്കുന്ന മണ്ണോ? അമ്മ ഇറക്കി വിടുമ്പോൾ അച്ഛൻ ഈ മണ്ണിൽ കിടന്നല്ലേ ഉറങ്ങുന്നത്. ഇതും കൂടെ പോയാൽ നമ്മുടെ വീടൊരു അച്ഛൻ ഉറങ്ങാത്ത വീടാവും. ഇപ്പൊ എത്ര രൂപ ഉണ്ട് കടം? 15 ലക്ഷം. ഒരു 5 കൂടെ ഒപ്പിക്കാൻ പറ്റുമോ? എന്തിനാ? എനിക്ക് ഇവനും കൂടെ ഒരു ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങാനാ. ഇവനോ ഇവനെ നിന്നെയും കൂടെ മാനേജ് ചെയ്യാൻ 3 ഇവന്റ് മാനേജ്മെന്റ് വേണ്ടി വരും. അതിനെ വിട്ടോ അല്ലെങ്കിൽ ഇനി വായിരിക്കുന്നത് കേൾക്കണം. ശരി. അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ എന്നെ ആർക്കെങ്കിലും ഗീവ് അവേ കൊടുത്തേ. ഉപകാരമുള്ള സാധനങ്ങളാണ് ഗീവ് അവേ കൊടുക്കുന്നത്. നിർബന്ധമാണെങ്കിൽ കൊടുത്തേക്കാം. ഗീവ് അവേ. എൻ്റെ മോനെ ഗീവ് അവേ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും ചെയ്യേണ്ട, ഒന്ന് എടുത്തോണ്ട് പോകാവോ? ഇതുപോലെ സിവിൽ സ്കോർ ഇല്ലാത്തൊരു അമ്മയുടെ വയറ്റിൽ വന്ന് ജനിച്ചു പോയി. അനുഭവിക്കുക. വിശക്കും തിന്നാൻ വല്ലതും ഉണ്ടോ? ചോറുണ്ട്, കറി വേണേ ഉണ്ടാക്കി തിന്നു. യൂട്യൂബ് ഉള്ളിടത്തോളം കാലം കറിയുടെ കാര്യത്തിൽ എന്നെ ആരും തോപ്പിക്കാൻ നോക്കണ്ട. എവിടെ മാങ്ങ? കയ്യത്ത് കിടന്നതാ. ഇതിനകത്തൊക്കെ ചീത്ത പുഴു കാണുമെന്ന്. ഇതിനകത്ത് പുഴു ഉണ്ടേ തന്നെ, ഇതിനകത്ത് ജനിച്ചു വളർന്ന പുഴുവാ. അല്ലാതെ മോൻ്റെ കൂട്ട് പുറത്തെങ്ങും പോയി ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടതല്ല ഈ പുഴുക്കള്. ധൈര്യമായിട്ട് കഴിക്കാം. എന്താ പറ്റി? യൂട്യൂബ് നോക്കിയൊരു ബുൾസൈ അടിച്ചതാ. അപ്പോൾ അത് പണിഞ്ഞ് മുട്ട പുറിജിയായി. ഒരുപാട് ആശിച്ച ഒരു ബുൾസൈ തന്നെ. എന്താ വിഷമമായോ? ഇതുപോലെ മോനെ ഞങ്ങൾ വളർത്തി വലിയൊരു ബുൾസൈ ആകുമെന്ന് വിചാരിച്ചു. പിന്നെ വളർന്നപ്പോഴായിരുന്നു ചീമൊട്ടയാണെന്ന്. പിന്നെ എന്തോ വിചാരിച്ച്? മത്തം കുത്തിക്കഴിഞ്ഞാൽ അതിനകത്തൊന്ന് അവക്കാടോ വരുമെന്ന് വിചാരിച്ചോ? ഇപ്പോൾ വിഷമമായില്ലേ? ഇപ്പൊ സമാസം.